ആതിരപ്പള്ളി വനമേഖലയിൽ പരുക്കുമായി കണ്ടെത്തിയ കാട്ടാനയെ പിടിച്ച് ചികിത്സ നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഇന്ന് അവസാനിച്ചിരിക്കുകയാണ്. പകൽ നീണ്ട ദൗത്യമായിരുന്നു. നാളെ രാവിലെ വീണ്ടും ഇതാരംഭിക്കും. നാളെ എന്തൊക്കെയാ പുതിയതായിട്ട് ഏതെങ്കിലും? ഇല്ല, രാവിലെ കുറച്ച് നേരത്തെ എത്തി ആനയൊന്ന് നിരീക്ഷിച്ചതിന് ശേഷം ബാക്കി ഇത് ചെയ്യാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഇന്ന് രാവിലെ ആനയെ ഒരു അനുകൂലമായ ഒരു സാഹചര്യത്തിൽ കിട്ടിയിരുന്നു, പക്ഷേ മയക്കുവെടി വെക്കാൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞിരുന്നില്ല അല്ലേ? അതായത് ഇന്ന് 7 മണി മുതലാണ് നമ്മളും ഏകദേശം ആനയുടെ ഒപ്പം ഉണ്ട്. 7:30 കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് പുഴയുടെ സമീപത്താണ്. ആ സമീപത്തുള്ള തുരുത്തിലാണ്. അവിടെ വെച്ച് ഒരിക്കലും അനുയോജ്യമായ ഒരു സ്ഥലമല്ല, കാരണം അടുത്ത് പുഴയുണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ ആ പ്രദേശത്ത് വെച്ച് മയക്കുവെടി വെക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ പ്ലാന്റേഷനിലേക്ക് കയറ്റിയതിന് ശേഷം മയക്കുവെടി വെക്കാം എന്നുള്ളൊരു തീരുമാനത്തിലായിരുന്നു ദൗത്യസംഘം. പക്ഷേ ഇങ്ങോട്ട് കയറ്റാനുള്ള ശ്രമത്തിനിടയിൽ പടക്കം പൊട്ടിച്ച് കയറ്റുന്നതിനിടെ ആന ഓടി പ്ലാന്റേഷൻ കഴിഞ്ഞും പോയി. പിന്നീട് അത് റിസർവ് ഫോറസ്റ്റിലെത്തിയാണ് നിന്നത്. അവിടെ വന്ന് ആകെ പരക്കം പായുന്ന രീതിയിലാണ് ആന ഉണ്ടായിരുന്നതെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ദൗത്യ സംഘത്തിന് ആനയുടെ അടുത്തേക്ക് അധികം പോകാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് അത് ഏകദേശം ഒരു 12 മണിയോട് അടുപ്പിച്ച് അല്ലെങ്കിൽ 11:30 അടുപ്പിച്ച് ആന ഈ വനം വകുപ്പിന്റെ നിരീക്ഷണത്തിൽ നിന്ന് തന്നെ പൂർണ്ണമായും അപ്രത്യക്ഷനാകുന്ന ഒരു സ്ഥിതി വന്നിരുന്നു. ഇപ്പോൾ ഇന്ന് വൈകുന്നേരം വരെയും ഡ്രോൺ അടക്കം പരിശോധിച്ചിട്ട് പോലും ആന ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ട്രാക്ക് ചെയ്തിട്ട് ആനിമൽ ആക്ച്വലി ഭയങ്കര പാനിക്കായിരുന്നു. അപ്പോൾ ഒന്ന് ചാർജ് ചെയ്തു, അത് കഴിഞ്ഞ് ഭയങ്കരമായിട്ട് സ്പീഡിൽ ഓടിപ്പോയി. നമുക്ക് ഇപ്പോഴുള്ള ടെറൈനിലേക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാട്ടിലേക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ആനിമൽ നല്ല സ്പീഡിൽ മൂവ് ചെയ്യാണ്. വനമേഖലയിൽ കയറി കഴിഞ്ഞാൽ പിന്നെ അവിടെ വെച്ച് മയക്കുവെടി വെക്കുക ദുഷ്കരമാണ്. DFO വ്യക്തമാക്കിയൊരു കാര്യം അതാണ്. അതായത് ഒരു കാരണവശാലും വെള്ളത്തിൻ്റെ അടുത്തുള്ള ആ തുരത്തിൽ വെച്ച് മയക്കുവെടി വയ്ക്കാൻ കഴിയില്ല. പിന്നീടുള്ള റിസർവ് ഫോറസ്റ്റിനകത്ത് വെച്ചും മയക്കുവെടി വയ്ക്കാൻ കഴിയില്ല. പിന്നെ കഴിയുന്ന ഏക പ്രദേശം ഈ കാലടി പ്ലാന്റേഷനാണ്. ഈ പ്ലാന്റേഷന്റെ മേഖലയിൽ വെച്ച് മാത്രമേ ആനയെ മയക്കുവെടി വയ്ക്കാൻ കഴിയൂ. ആനയുടെ ലൊക്കേഷൻ കണ്ടെത്താൻ ശ്രമിക്കില്ല. കാരണം വെച്ചാൽ രാത്രി ആയതുകൊണ്ട് തന്നെ ആനയുടെ അടുത്തേക്ക് ഉദ്യോഗസ്ഥരെത്തുന്നത് അവരുടെ ജീവന് തന്നെ അപകടമാണ്. പക്ഷെ കാലടി പ്ലാന്റേഷനിൽ ജനവാസ മേഖലയിലും പെട്രോളിംഗ് ഉണ്ടാകും. ആന വരുന്നുണ്ടോ എന്നുള്ളത് നിരീക്ഷിക്കും. അതല്ലാതെ റിസർവ് ഫോറസ്റ്റിലോ അല്ലെങ്കിൽ മറ്റു ഭാഗങ്ങളിലോ കയറി ആനയെ നിരീക്ഷിക്കില്ല. കാരണം എന്തെന്നാൽ ഒന്ന്, ഈ ആന വയലന്റ് ആണ്. കാരണം ആനയ്ക്ക് മുറിവേറ്റിട്ടുണ്ട്, ആരോഗ്യനില മോശമാണ്. അതുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥരെ അടക്കം ചാർജ് ചെയ്യാനൊക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത് ഒഴിവാക്കും. മാധ്യമങ്ങൾക്കും നിയന്ത്രണം ഉണ്ടാകും. മാധ്യമങ്ങളെ ചെക്ക് പോസ്റ്റ് വരെ അനുവദിക്കൂ എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. കാരണം നമ്മുടെ എല്ലാം ജീവന്റെ ഭാഗമായതുകൊണ്ട് തന്നെ ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി തന്നെയാണ് അത്തരത്തിലൊരു നിയന്ത്രണം ഏർപ്പെടുത്തും എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ പിടികൂടിയാൽ അല്ലെങ്കിൽ ഈ മയക്കുവെടി വെച്ചാൽ ഏകദേശം 1 മണിക്കൂറിനുള്ളിൽ ആന മയങ്ങും. അതിനുശേഷം ഒരു 20 മിനിറ്റ് 30 മിനിറ്റിനുള്ളിൽ ട്രീറ്റ്മെന്റ് പൂർത്തിയാക്കാനും പിന്നീട് വളരെ പെട്ടെന്ന് തന്നെ ഉദ്യോഗസ്ഥർക്ക് മടങ്ങാനും കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നിലവിൽ ഇപ്പോൾ വനം വകുപ്പുള്ളത്. തീർച്ചയായിട്ടും ഇന്നത്തെ ഒരു അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ സ്ട്രാറ്റജികളിലൂടെ നാളെ ഈ സംഘം തിരികെ എത്തും. അങ്ങനെ നാളെ തന്നെ ആനയെ മയക്കുവെടി വെച്ച് പിടിച്ച് വിദഗ്ധ ചികിത്സ നൽകിയ ശേഷം തിരിച്ച് വിടാൻ കഴിയും എന്ന ആത്മവിശ്വാസത്തിലാണ് ദൗത്യസംഘം ഉള്ളത്. ഗോകുലിനും വേണുവിനൊപ്പം എസ് അരുൺ ശങ്കർ, മാതൃഭൂമി ന്യൂസ്, തൃശൂർ.